വിവാഹം വേണ്ട, വിവാഹം അടിമത്വം. പിന്നെയോ ലിവിങ് ടുഗദർ. ഒരാൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ കാണുന്നു, നമുക്കൊന്നാകുകയല്ലേ. അവനെക്കുറിച്ചറിയോ? അവൻ്റെ ചുറ്റുപാടറിയോ? ആരുടെ അടുത്ത് നിന്നെങ്കിലും വാടകക്കെടുത്തു വരുന്ന ബനിയനും എവിടെ നിന്നെങ്കിലും വാങ്ങുന്ന ഒരു ജീൻസും ധരിച്ച് മുടിയൊക്കെ വളർത്തി മുന്നോട്ട് വന്ന് നമുക്കൊന്നായാലോ? ഏയ് വേണ്ട. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ല. യെസ്, നമുക്കൊന്നാകാം. എന്താ ഡിമാൻഡ്? ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഒന്നായി. ആർക്കാണോ മടുക്കുന്നത് അപ്പോൾ പിരിയാം. പുരോഗമനം. ഒന്നായി 6 മാസം ഒന്നിച്ച് ജീവിച്ചു. സ്വാഭാവികമായി പെണ്ണാണ് ഗർഭിണിയാകുക, ആണ് ഗർഭിണിയാവില്ല. പെണ്ണ് ഗർഭിണിയായി, ഇവന് മടുപ്പ് വന്നു. ഇവൻ അടുത്ത പുരോഗമനം ഉണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവൻ ഈ പെണ്ണിൻ്റെ അടുത്ത് വന്ന് പറയൻ, നമ്മൾ തമ്മിലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്താ? ഇഷ്ടമുള്ള സമയത്ത് ഒന്നിച്ചു, ആർക്കെങ്കിലും ഒരാൾക്ക് മടുത്താൽ ഒഴിവാകാം. എനിക്ക് മടുത്തു, ഞാൻ ഒഴിവായാലോ? അപ്പോൾ അവൾ കരയാൻ പാടില്ല. കരഞ്ഞാൽ പെണ്ണാകും, പിന്നെ ആണാകണം. കരയാതെ പുരോഗമനവാദിയാകാൻ. അതിനെന്താ? അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അല്ലേ? ഓക്കെ ശരി. ആരാണ് ഗർഭം ധരിച്ചത്? പെണ്ണ്. ആരാണ് ഗർഭകാലത്തെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത്? പെണ്ണ്. ആരാണ് ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കേണ്ടത്? പെണ്ണ്. ആരാണ് കുഞ്ഞിനെ പാലൂട്ടേണ്ടത്? പെണ്ണ്. ആരാണ് ഈ കുഞ്ഞിനെ പോറ്റേണ്ടത്? പെണ്ണ്. ആരാ വിധവയാകേണ്ടത്? പെണ്ണ്. ആരാ അനാഥയായി വളരേണ്ടത്? ഈ കുട്ടി. ആണിനെന്തേ സംഭവിച്ചത്? പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒരു സംവിധാനത്തെ, വിവാഹമെന്ന പെണ്ണിന് അധികാരം ലഭിക്കുന്ന, പെണ്ണ് ചോദിക്കുന്ന മഹർ ലഭിക്കുന്ന, തൻ്റെ പിതാവിൻ്റെ ആണിനോട് ഞാനിതാ താങ്കളുടെ മകളെ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ സംരക്ഷിക്കാം, ഞാൻ പോറ്റാം, അവളുടെ മുഖത്തടിക്കാതെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അവളെ പോറ്റാം. പെൺകുട്ടി ചോദിക്കുന്ന മഹർ ലഭിച്ച് അഭിമാനത്തോടുകൂടി കഴിയാൻ കഴിയുന്ന വിവാഹമെന്ന സംവിധാനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ലിവിങ് ടുഗദറിലേക്ക് കടന്നു ചെന്ന് എല്ലാ നഷ്ടങ്ങളും ഏറ്റുവാങ്ങി പെണ്ണിന് മാത്രം നഷ്ടം സംഭവിക്കുന്ന ഒരു സംവിധാനത്തെ ആൺമേൽക്കോയ്മ പുരോഗമനമായി അവതരിപ്പിക്കുമ്പോൾ, പെൺമക്കളെ, ഇസ്ലാം എന്ന സംവിധാനത്തിൻ്റെ വൈവാഹിക കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ നമുക്ക് അഭിമാനമുണ്ടാകണം. നീ ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ നിന്ന് നമ്മൾ ഒന്നാകുകയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് സമ്മതം മൂളി ചവറ്റുകൊട്ടയിലേക്ക് ചണ്ടിയായി വലിച്ചെറിയാനുള്ളവനല്ലടോ ഞാൻ. എന്നെ നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന പണം വേണം, ഞാൻ ചോദിക്കുന്ന പണ്ടം വേണം, ഞാൻ ചോദിക്കുന്ന സ്ഥലം വേണം. എനിക്കെൻ്റെ പ്രവാചകൻ എൻ്റെ ഇഷ്ടമുള്ള മഹർ ചോദിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. എന്താണ് നിന്റെ കയ്യിൽ? സാക്ഷി വേണം. എൻ്റെ പിതാവറിയണം, എൻ്റെ മാതാവറിയണം.